നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് തലപ്പാടിയിൽ KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞ വയോധികൻ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തു. ഉപ്പള മണ്ണങ്കുഴി സ്വദേശി ഹമീദ് അലിയാണ് ജീവനൊടുക്കിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. കലോത്സവത്തിന്റെ മുന്നോടിയായി സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് തുടക്കമായി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കനത്ത സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഏർപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി വനിതാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം പൂർത്തിയായി. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് കൊടിയുയർന്നു. ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് TA മഹ്മൂദ് കൽക്കണ്ടി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് തലപ്പാടിയിൽ KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞ വയോധികൻ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തു. ഉപ്പള മണ്ണങ്കുഴി സ്വദേശി ഹമീദ് അലിയാണ് ജീവനൊടുക്കിയത്. കേരള കർണാടക അതിർത്തിയിലെ തലപ്പാടിയിലാണ് സംഭവം. ഉപ്പള മണ്ണങ്കുഴി സ്വദേശി ഹമീദ് അലി 4ഓളം ബസ്സുകൾക്ക് നേരെ കൈകാണിച്ചുവെങ്കിലും ബസ്സുകൾ നിർത്തുവാൻ തയ്യാറായില്ല. തുടർന്നെത്തിയ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ അവസാന ബസ്സും നിർത്താതെ പോയതോടെ ഇതിൽ പ്രകോപിതനായാണ് ബസ്സിന് നേരെ കല്ലെറിഞ്ഞത്. കല്ലേറിൽ ബസ്സിന്റെ പിൻവശത്തെ ചില്ല് തകർന്നു. സംഭവത്തിന് പിന്നാലെ ഡ്രൈവറും കണ്ടക്ടറും ബസ് നിർത്തി കല്ലെറിഞ്ഞയാളെ മഞ്ചേശ്വരം പോലീസിന് കൈമാറി. അന്വേഷണത്തിൽ സംഭവം നടന്ന സ്ഥലം കർണാടകയിലെ ഉള്ളാൾ പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധിയിൽപ്പെടുന്നതാണെന്ന് വ്യക്തമായതോടെ കേസ് ഉള്ളാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് അബ്ദുൽ ഹമീദിനോട് ഉള്ളാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുവാൻ നിർദ്ദേശിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഹമീദ് പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മനോവിഷമം കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം അതിർത്തി പ്രദേശങ്ങളിലെ പോലീസ് അധികാരപരിധി സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങളും ബസ് സ്റ്റോപ്പുകളിൽ ബസ്സുകൾ നിർത്താത്തതുമായി ബന്ധപ്പെട്ട ഗതാഗത പ്രശ്നങ്ങളും ഈ സംഭവത്തോടെ വീണ്ടും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കൗമാര കലോത്സവത്തിന് തിരിതെളിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. പൂരങ്ങളുടെ മണ്ണിൽ കലയുടെ താളം മുറുകുമ്പോൾ സ്വർണ്ണക്കപ്പ് ആര് നേടും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കലോത്സവത്തിന്റെ മുന്നോടിയായി സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോട്ടെ മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തുടക്കമായി. കഴിഞ്ഞ തവണ ജേതാക്കളായ തൃശൂരിൽ നിന്നാണ് അതീവ സുരക്ഷയിൽ സ്വർണ്ണക്കപ്പ് കാസർഗോട്ട് എത്തിച്ചത്. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ട്രഷറി ഉദ്യോഗസ്ഥരിൽ നിന്നും സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. പ്രയാണത്തിന്റെ ഉദ്ഘാടനം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് നിർവഹിച്ചു. ഏറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു ഒത്തുചേരലാണ് നമ്മുടെ ഇഷൽ ഗ്രാമത്തിന്റെ സാംസ്കാരിക സമ്പന്നതയുടെ ഈ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് നടക്കുന്നത്. വേദിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം അടക്കമുള്ള ജനപ്രതിനിധികൾ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രിയപ്പെട്ട സാരഥ്യം വഹിക്കുന്ന വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, കുട്ടികളെ, അത്യുത്തര കേരളത്തിൻ്റെ ഭൂമികയിൽ ഇനിയുള്ള നാടുകൾ യാത്രകളുടെ നാടുകളാണ്. എല്ലാവരും യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കം കൂട്ടുന്നതിനിടയിൽ മഞ്ചേശ്വരത്തിന് നമ്മുടെ ഓർമ്മകളിൽ എന്നും അഭിമാനിക്കാവുന്ന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര മൊഗ്രാലിൽ നിന്ന് പുറപ്പെടുമ്പോൾ പുതുവർഷം അത്യുത്തര കേരളത്തിൻ്റെ വടക്കേറ്റം മാറുന്നു എന്നതിൻ്റെ മികച്ച ഒരു മെസ്സേജാണ് ഇതിലൂടെ നമ്മൾ നൽകുന്നത്. ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. മൊഗ്രാലിൽ സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ കലോത്സവത്തിലെ സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ നാട്ടുകാർ വളരെ അതിമനോഹരമായി കേരളത്തിൻ്റെ കലോത്സവ ഓർമ്മകളിൽ ഒരു മൊഗ്രാൽ ടച്ചിൻ്റെ കലോത്സവം കാണിച്ചു കൊടുത്ത ചരിത്രത്തിലെ വലിയ ഒരു ഓർമ്മകൾ നമ്മുടെ. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ പ്രയാണം നടത്തി സ്വർണ്ണക്കപ്പ് വൈകിട്ടോടെ കോഴിക്കോട് എത്തിക്കും. 1986
ആദ്യമായി കലോത്സവത്തിന് തിലകം കുറിച്ചാക്കി സ്വർണ്ണക്കപ്പ് പിറന്നുകൊണ്ടത്. ശംഖനാദത്തെയും പുസ്തകം അറിവിനെയും കൈകൾ അധ്വാനത്തെയും 7 വളകളുടെ സപ്തസ്വരങ്ങളെയും പ്രതിദാനം ചെയ്യുന്നു. കാസർഗോഡ് മുദ്രയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച സ്വർണ്ണക്കപ്പ് 13 ജില്ലകൾ കടന്ന് ഒടുവിൽ തൃശ്ശൂരിന്റെ മണ്ണിലെത്തുമ്പോൾ വമ്പിച്ച സ്വീകരണങ്ങൾ, ആർപ്പുവിളികൾ, ആരവങ്ങൾ ഇതെല്ലാം നമ്മോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: ലോക കൗമാരം ഒറ്റക്കെട്ടാണ്, ഒരു മനസ്സാണ്. ലോക കൗമാരം ഒറ്റക്കെട്ടാണ്, ഒരു മനസ്സാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ലോക കൗമാര കലോത്സവത്തിന്റെ പ്രതീകമായ സ്വർണ്ണക്കപ്പിന്റെ പ്രചാരണം ഇതാ മൊഗ്രാലിന്റെ ഹൃദയമായ മൊഗ്രാൽ GVHSS നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി തുറന്ന വാഹനത്തിലാണ് സ്വർണ്ണക്കപ്പിന്റെ പ്രയാണം. വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജനുവരി 13 വൈകിട്ട് സംസ്ഥാന കലോത്സവത്തിന്റെ പ്രധാന വേദിയായ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് സ്വർണ്ണക്കപ്പ് എത്തിച്ചേരും. 14 മുതലാണ് കലോത്സവം. 36 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ഓരോ ദിവസവും യാത്ര അവസാനിക്കുന്ന സ്ഥലത്തെ സബ് ട്രഷറിയിലായിരിക്കും കപ്പ് സൂക്ഷിക്കുക. 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് പോലീസ് സന്നാഹത്തോടെയാണ് പ്രയാണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കേന്ദ്ര സർവകലാശാലയിലെ പരിപാടിക്ക് ശേഷമായിരുന്നു ഗവർണർ മധൂർ ക്ഷേത്രത്തിലെത്തിയത്. ഗവർണറുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഏർപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ കാണാം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇനി നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും ഏതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് നിർവിഘ്നമായിട്ട് നടത്തി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കഷ്ടങ്ങളും വരാത്ത വിധത്തിൽ ആയുരാരോഗ്യ സൗഖ്യം കൊടുത്തത്, ദീർഘായുസ്യം കൊടുത്തിട്ട് നല്ല ഒരു ജീവിതം അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാനോട് ചെയ്യുന്ന പ്രാർത്ഥന. സർവവിഘ്നത്തിരേശ്മി ഗണാധിപതേ നമഃ. സർവമംഗളധാതാരോ പാർവതി പരമേശ്വരോ ഗണേശ സ്കന്ദയുക്തം വന്ദേ വാഞ്ചേ പ്രാർത്ഥനാം സമർപ്പയാമി. When Mahaganapati himself visits here, he sits here. What are we? Nobody. कमिटी के people of Madhur because great project. What is the date today? കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി വനിതാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം പൂർത്തിയായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവി വനിതാ സംവരണമാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് വികസനം, പൊതുമരാമത്ത്, ആരോഗ്യ, വിദ്യാഭ്യാസം, ക്ഷേമകാര്യം സ്ഥിരം സമിതികളിൽ വനിതാ സംവരണ സീറ്റുകളിൽ ഇടതുപക്ഷ അംഗങ്ങൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു.
ധനകാര്യം, വികസനം, പൊതുമരാമത്ത്, ആരോഗ്യ, വിദ്യാഭ്യാസം, ക്ഷേമകാര്യം എന്നീ സ്ഥിരം സമിതികളിൽ വനിതാ സംവരണ സീറ്റിലാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടത്തിയത്. ധനകാര്യ സ്ഥിരം സമിതിയിൽ വനിതാ സംവരണ സീറ്റിൽ ആരും നാമനിർദ്ദേശ പത്രിക നൽകാത്തതിനാൽ ഈ സീറ്റിലും ജനറൽ സീറ്റുകളിലുമുള്ള തുടർ തെരഞ്ഞെടുപ്പ് നടപടികൾ 8ലേക്ക് മാറ്റി. വികസനകാര്യ സ്ഥിരം സമിതിയിൽ ബേക്കൽ ഡിവിഷൻ അംഗം ടി.വി. രാധിക, പൊതുമരാമത്ത് സ്ഥിരം സമിതിയിൽ ദേലമ്പാടി ഡിവിഷൻ അംഗം ഒ. വത്സല, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിൽ ചെറുവത്തൂർ ഡിവിഷൻ അംഗം ഡോക്ടർ സെറീന സലാം, ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ കള്ളാർ ഡിവിഷൻ അംഗം റീന തോമസ് എന്നീ ഇടതുപക്ഷ വനിതാ അംഗങ്ങളാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വൈസ് പ്രസിഡന്റ് വനിതയാണെങ്കിലും ഇതിലേക്ക് വനിതാ സംവരണം എന്ന നിലയിൽ ഒരു വനിതാ അംഗമാകണം. എന്നാൽ മാത്രമേ ഇതുൾപ്പെടെയുള്ള മറ്റ് ജനറൽ സീറ്റുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടപടികൾ തുടർന്ന് നടത്തുവാൻ കഴിയുകയുള്ളൂ. സഹവരണാധികാരി ADM P. അഖിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 18 അംഗങ്ങളിൽ 8 വനിതാ അംഗങ്ങളാണുള്ളത്. ഇവരിൽ ഒരു വനിതാ അംഗമായ EK സോയ വൈസ് പ്രസിഡന്റാണ്. LDF അംഗങ്ങളായ മറ്റു 4 പേർ 4 സ്ഥിരം സമിതികളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ശേഷിച്ച 4 വനിതകൾ UDF അംഗങ്ങളാണ്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവി വനിതാ സംവരണമാണ്. 8-ന് നടക്കുന്ന ധനകാര്യ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ UDF വനിതാ അംഗം നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് സൂചന. ഇത് പൂർത്തിയായാൽ വികസനകാര്യത്തിൽ UDFന് മേൽക്കൈ കിട്ടുമെന്നാണ് സൂചന. വികസന സ്ഥിരം സമിതിയിൽ ഉൾപ്പെടുവാൻ LDF വനിതാ അംഗം ഇല്ലാത്തതാണ് കാരണം. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പദവി UDFന് നേടുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ധനകാര്യം, വികസനം, ക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത് കാര്യ സ്ഥിരം സമിതികളാണുള്ളത്. ആരോഗ്യ, വിദ്യാഭ്യാസം, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പദവി ജനറൽ വിഭാഗത്തിനാണ്. വനിതാ സംവരണ സീറ്റുകൾ പൂർത്തിയാക്കിയതിനു ശേഷം ആനുപാതികമായി ജനറൽ അംഗങ്ങൾ സമിതികളിൽ വരും. LDF 9, UDF 8, BJP 1 എന്നിങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിലെ കക്ഷി നില. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് കൊടിയുയർന്നു. ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് TA മെഹ്മൂദ് കൽക്കണ്ടി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. മതമൈത്രിയുടെ പര്യായമായ നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് ഭക്തിസാന്ദ്രമായ തുടക്കം. മകാം പരിസരത്ത് നടന്ന ചടങ്ങിൽ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് TA മെഹ്മൂദ് കൽക്കണ്ടി പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി NA നെല്ലിക്കുന്ന് സ്വാഗതം പറഞ്ഞു. ഖത്തീബ് GS അബ്ദുൽ മദനി പ്രാർത്ഥന നടത്തി. ഉറൂസ് പള്ളി കമ്മിറ്റി ഭാരവാഹികളായ CM അഷ്റഫ്, ഹനീഫ് നെല്ലിക്കുന്ന്, NA ഹമീദ് നെല്ലിക്കുന്ന്, കട്ടപ്പണി കുഞ്ഞാമു, ഹനീഫ് ആപ്പു, NM സുബൈർ, അബ്ബാസ് കൊളങ്കര, NA ഇക്ബാൽ തുടങ്ങിയവരും സ്വാമി വിവിക്താനന്ദ സരസ്വതി, അബ്ബാസ് ബീഗം, A അബ്ദുൽ അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ, അർജുനൻ തായലങ്ങാടി, കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് K മാധവൻ, സ്ഥാനികരായ പാണൻ കാരണവർ, ഉപ്പ കാരണവർ, മൂത്തോതി ആയത്താൻ, ദണ്ടോടി ആയത്താൻ, രാമകൃഷ്ണൻ, ഹരിപ്രസാദ്, മാധവൻ, രാധാകൃഷ്ണ മാംഗ്ലൂർ, കലക്ടർ മാഹിൻ ഹാജി, യഹിയ തളങ്കര, BM അഷ്റഫ്, KN ഉമേഷ്, ബഷീർ സ്രാങ്ക്, വെങ്കിട്ടരമണ ഹൊള്ള, MA ലത്തീഫ്, ഉഷ അർജുനൻ, KM ബഷീർ, അബ്ദുള്ള കുഞ്ഞി ചെർക്കള, അഡ്വക്കേറ്റ് ഗംഗാധരൻ, കരീം സിറ്റി ഗോൾഡ്, അബ്ദുള്ള കുഞ്ഞി, കുഞ്ഞാമു എരിയാൽ, KM അബ്ദുൽ TA ഷാഫി, മജീദ് തെരുവത്ത്, അസീസ് കടപ്പുറം, രാഘവേന്ദ്ര തുടങ്ങിയ പള്ളി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിരവധി പേരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ കണ്ണങ്കൈ നാടകവേദിയും വനിതാ കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിക്കുന്ന 10ാമത് സംസ്ഥാന നാടകോത്സവത്തിന് ഒരുക്കങ്ങളായി. ജനുവരി 8-ന് വൈകുന്നേരം 5 മണിക്ക് കണ്ണങ്കൈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നാടൻ കലാ അക്കാദമി വൈസ് ചെയർമാനും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 8 മുതൽ 11 വരെ നടക്കുന്ന നാടകോത്സവത്തിൽ 3 നാടകങ്ങളാണ് അരങ്ങിലെത്തുക. ജനുവരി 8-ന് രാത്രി 7:30-ന് വള്ളുവനാട് നാഥം കമ്മ്യൂണിക്കേഷൻസിന്റെ കാഴ്ച ബംഗ്ലാവ് നാടകം. 2ാം ദിനം അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84. ജനുവരി 10-ന് ഗുരുവായൂർ ഗാന്ധാര അവതരിപ്പിക്കുന്ന BC 321 മഗധ തുടങ്ങിയ നാടകങ്ങൾ വേദിയിലെത്തും. ജനുവരി 8-ന് വൈകുന്നേരം 5 മണിക്ക് നാടൻ കലാ അക്കാദമി വൈസ് ചെയർമാനും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T നാരായണൻ അധ്യക്ഷത വഹിക്കും. സംഗീത നാടക അക്കാദമി അംഗം രാജ്മോഹൻ നീലേശ്വരം മുഖ്യാതിഥിയായിരിക്കും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം DYSP CK സുനിൽകുമാർ നിർവഹിക്കും.
5:30 കണ്ണങ്കൈ നാടക വനിതാവേദി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരട്ട രാമായണ ചുവടുകളുടെ വിസ്മയ കാഴ്ചയൊരുക്കി പ്രദീപൻ തുരുത്തി പരിശീലിപ്പിച്ച വനിതാ പൂരക്കളി അരങ്ങേറ്റം നടക്കും. വിവിധ ദിവസങ്ങളിൽ വയലാർ ഗാനാലാപനം, നാടക ഗാനാലാപനം, നൃത്ത വിസ്മയം എന്നിവ നടക്കും. ജനുവരി 11 വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. 10ാമത് സംസ്ഥാന നാടകോത്സവം ജനുവരി 8 മുതൽ 11 വരെ കണ്ണങ്കൈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. വിവിധങ്ങളായ പരിപാടികളോടുകൂടിയാണ് നാടകോത്സവം നടക്കുന്നത്. ഈ നാടകോത്സവത്തിൽ തന്നെ വിവിധ മേഖലകൾക്ക് അഴിമതി തെളിയിച്ചവർക്കുള്ള അനുമോദനം നടത്തുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ നാടകവേദി പ്രസിഡന്റ് കണ്ണങ്കൈ കുഞ്ഞിരാമൻ, സെക്രട്ടറി എം രാകേഷ്, വനിതാ കൂട്ടായ്മ പ്രസിഡന്റ് സീമാ കൃഷ്ണൻ, സെക്രട്ടറി രമ്യ പ്രിയേഷ്, ട്രഷറർ ശോഭാ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കെ ഭാസ്കരന്റെ വിയോഗത്തിൽ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് P. മണിമോഹൻ അധ്യക്ഷത വഹിച്ചു. CPIM-ന്റെയും CITU-വിന്റെയും നേതാവായിരുന്ന കാസർഗോഡ് ചെന്നിക്കരയിലെ കെ ഭാസ്കരന്റെ വിയോഗത്തിൽ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് P. മണിമോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TK രാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറി സാബു അബ്രഹാം, CH കുഞ്ഞമ്പു MLA, T. കൃഷ്ണൻ, TMA കരീം, T. പ്രകാശൻ, ഷെരീഫ് കൊടവഞ്ചി, CMA ജലീൽ, AG നായർ, U. തമ്പാൻ നായർ, P. കമലാക്ഷൻ, PV കുഞ്ഞമ്പു, ഗിരികൃഷ്ണൻ, A. മധുസൂദനൻ, ബിജു ഉണ്ണിത്താൻ, MK രവീന്ദ്രൻ, P. ജാനകി, C. ശോഭലത, K. ഭുജംഗശെട്ടി, M. ലളിത, P. ദാമോദരൻ, S. സുനിൽ, A. നാരായണൻ, AR ധന്യവാദ് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി K. രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോഴിക്കൂടിന്റെ അകത്ത് കയറിയ മൂർഖൻ പാമ്പ് 2 കോഴികളുടെ ജീവനെടുത്തു. കാസർഗോഡ് ബന്ദിയോട് ഇച്ചിലങ്കോട്ടെ പ്രവാസിയായ മുഹമ്മദിന്റെ വീട്ടിലെ കോഴികൾക്കാണ് മൂർഖന്റെ കടിയേറ്റത്. ബന്ദിയോട് ഇച്ചിലങ്കോട്ടെ പ്രവാസിയായ മുഹമ്മദിന്റെ വീട്ടിൽ കോഴിക്കൂടിന്റെ അകത്ത് കയറിയ മൂർഖൻ പാമ്പ് 2 കോഴികളെ കടിച്ചുകൊന്നു. കോഴികളുടെ ശബ്ദം കേട്ട് കൂട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. കടിയേറ്റതിനെ തുടർന്ന് തൽക്ഷണം തന്നെ കൂട്ടിലുണ്ടായിരുന്ന 2 കോഴികളുടെയും ജീവൻ നഷ്ടമാകുകയായിരുന്നു. ഉടൻ തന്നെ സ്നേക്ക് റെസ്ക്യൂവറായ ഉബൈദ് മുസ്ലിയാർ സ്ഥലത്തെത്തുകയും പാമ്പിനെ പിടികൂടുകയും ചെയ്തു. പാമ്പിനെ കണ്ടത് വീട്ടുകാരിൽ ആശങ്കയ്ക്കിടയാക്കിയെങ്കിലും റെസ്ക്യൂവർ എത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയതോടെ ആശങ്കയൊഴിഞ്ഞു. ഇത് മമ്മച്ചാന്റെ വീട്ടിൽ ഇച്ചലങ്കോട് വന്ന പാമ്പാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ കോഴിനെ 2 കൊന്നിട്ടുണ്ട്. അതേപോലെ പാമ്പുകൾ പൊതുവെ വരുന്നത് കോഴികളെ, മുട്ടകൾ, അതുപോലത്തെ എലികളെല്ലാം അന്വേഷിച്ചിട്ടാണ്. പക്ഷെ അദ്ദേഹം പേടിച്ചുകൊണ്ട് വന്ന് നമ്മളതിനെ പിടിച്ചു, പിന്നെ കൊണ്ടുവന്ന് നിയമപ്രകാരം. ഞാൻ ഫോറസ്റ്റ് വളണ്ടിയറാണ്. പരമാവധി 7 കോയിനെ വരെ കൊല്ലേണ്ട പവർ ഒരു മൂർഖൻ പാമ്പിനുണ്ട്. കാരണം അങ്ങനത്തെ ബാക്കി എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്, ബാക്കി പോയി. പാമ്പിനെ കാട്ടിൽ വിട്ടയക്കുമെന്ന് പാമ്പിനെ പിടികൂടിയ ഉബൈദ് മുസ്ലിയാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് വലിയപറമ്പ് പഞ്ചായത്ത് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വാർഡ് തല അസംബ്ലി നടത്തി. യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട കുടുംബങ്ങളിൽ ജീവിത മാർഗമായി മാറിയ തൊഴിലുറപ്പ് പദ്ധതി പുത്തൻ നിയമങ്ങളിൽ കുരുക്കി ഇല്ലാതാക്കുവാനുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധ ഭാഗമായാണ് അസംബ്ലി സംഘടിപ്പിച്ചത്. ജനുവരി 15 കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിലും ധർണയിലും മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്തുവാൻ അസംബ്ലിയിൽ തീരുമാനിച്ചു. ഇടയിലക്കാട് ഗ്രന്ഥാലയ പരിസരത്ത് നടന്ന വാർഡ് തല അസംബ്ലി NREG വർക്കേഴ്സ് യൂണിയൻ മുൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. സമരം കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തെറിപ്പിക്കാനും നമ്മുടെ സംഘടന ശക്തി കാണിക്കാനും നമുക്ക് സാധിക്കും. അല്ല നമ്മൾ ഈ 10 ആള് പോയിക്കോട്ട് അവരെ നടത്തിക്കോട്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പൊളിയും. നാളെ നമുക്ക് കിട്ടുന്ന ജോലി ഇനിയിപ്പോൾ നമുക്ക് തൊഴിലുറപ്പിന് അവൈലിക്കുന്ന ആളുണ്ട്, തൊഴിലിരിപ്പ് അല്ലേ, പറയുന്ന ആളുണ്ട്. പക്ഷെ അതൊന്നുമല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താലും ഇല്ലെങ്കിൽ വെയിൽ കൊള്ളണം. കാരണം മറ്റുള്ള ജോലി കേന്ദ്ര സർക്കാർ മറ്റേ ഈ ജോലി സർക്കാർ ജോലിയുമായി രാവിലെ പോയിട്ട്. യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം C. അംബിക അധ്യക്ഷത വഹിച്ചു. CPM മുൻ ലോക്കൽ സെക്രട്ടറി V. ശ്രീധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M. ബാബു, K. സുലോചന, യൂണിയൻ വാർഡ് സെക്രട്ടറി KS ശാന്താകുമാരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കോളിയൂർ മണ്ഡലപൂജ മഹോത്സവത്തിന്റെ ഭാഗമായി കിഷോർ ഭട്ട് കൊമ്മയുടെ കഥാസംയോജനത്തിൽ യോഗീഷ് റാവു ചിഗുറുപാതെ രചിച്ച കാലാഗ്നി രുദ്ര യക്ഷഗാനത്തിന്റെ അരങ്ങേറ്റം നടന്നു. ഹവ്യാസി ബളഗ് കോളിയൂർ ടീമിന്റെ നേതൃത്വത്തിലാണ് ആദ്യ അവതരണം അരങ്ങേറിയത്. കോളിയൂർ മണ്ഡലപൂജ മഹോത്സവത്തിന്റെ ഭാഗമായി കിഷോർ ഭട്ട് കൊമ്മയുടെ കഥാസംയോജനത്തിൽ യോഗീഷ് റാവു ചിഗുറുപാതെ രചിച്ച കാലാഗ്നി രുദ്ര എന്ന പ്രസംഗത്തിന്റെ അരങ്ങേറ്റം മനോഹരമായ അനുഭവമായി മാറി. ഹവ്യാസി ബളഗ് കോളിയൂർ ടീമിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ ആദ്യ അവതരണം അരങ്ങേറിയത്. വേദമൂർത്തി ബോളന്തക്കോടി രാമഭട്ട് പ്രസംഗം പ്രകാശനം ചെയ്ത് ആശീർവദിച്ചു. ചടങ്ങിൽ യക്ഷഗാന രംഗത്തിലെ പണ്ഡിതരായ രാജഗോപാല ഭട്ട് കന്യാന, വിട്ടലഭട്ട് മോഗസാലെ, കൃഷ്ണഭട്ട് ചക്രകോടി എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രസംഗകർത്താവായ യോഗീഷ് റാവു ചിഗുറുപാതയെ വിശിഷ്ടരുടെ സാന്നിധ്യത്തിൽ ആദരിച്ചു. ഗുരുരാജ് ഹൊള്ളാബായാർ പരിപാടിക്ക് നേതൃത്വം നൽകുകയും കിഷോർ ഭട്ട് കൊമ്മെ നന്ദി പ്രകാശനം നടത്തുകയും ചെയ്തു. തുടർന്ന് കാലാഗ്നി രുദ്ര യക്ഷഗാനം കോളിയൂർ മുതിർന്ന ഹവ്യാസി കലാകാരന്മാരുടെ സംഘം അവതരിപ്പിച്ചു. ഗഡിനാട്ടിലെ പ്രസംഗകർത്താവായ യോഗീഷ് റാവു ചിഗുറുപാതെ രചിച്ച 25ാമത്തെ പ്രസംഗമാണ് ഇത്. അദ്ദേഹം രചിച്ച ഗൊജ്ജേഗിരി ക്ഷേത്ര മഹാത്മേ എന്ന പ്രസംഗം ഇതിനകം ഗൊജ്ജേഗിരി മേളയിൽ 250ലധികം തവണ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോളാംകുളം കോണത്ത് തറവാട് ദേവസ്ഥാനത്ത് ജനുവരി 8 മുതൽ 11 വരെ തീയതികളിൽ കളിയാട്ട മഹോത്സവം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7 പതിറ്റാണ്ടിനു ശേഷം കോളംകുളം കോണത്ത് തറവാട് ദേവസ്ഥാനത്ത് ജനുവരി 8 മുതൽ 11 വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8 വൈകിട്ട് 6:30 തിടങ്ങൽ, 7:30 തൂവക്കാരൻ വെള്ളാട്ടം, 8:30 പുലിയൂർക്കണ്ണൻ വെള്ളാട്ടം, 9:30 മുതൽ തോറ്റം, ചിരളത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, പാടാർകുളങ്ങര ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തോറ്റം. രാത്രി 12:00 തൂവക്കാരൻ, 12:30 നാഗരാജാവ്, നാഗകന്യക, 1:30 പുലിയൂർക്കണ്ണൻ, 9 രാവിലെ 10 മണിക്ക് വീരാളി ഭഗവതി, 11:30 രക്തചാമുണ്ടി, 12 ചിരളത്ത് ഭഗവതി, 1 മണിക്ക് വിഷ്ണുമൂർത്തി, 2 പടാർകുളങ്ങര ഭഗവതി, വൈകിട്ട് 6:30 തിടങ്ങലുകൾ, 7:30 പുലിയൂർക്കണ്ണൻ വെള്ളാട്ടം, തുടർന്ന് പുതിയ ഭഗവതി, ചിരളത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, പടാർകുളങ്ങര ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തോറ്റം. രാത്രി 1 മണിക്ക് മരക്കാൻ, 2 കളിത്തറ, പുലർച്ചെ 3 പുലിയൂർക്കണ്ണൻ, 4:30 പുതിയ ഭഗവതി, രാവിലെ 9 മാഞ്ഞാളമ്മ. ഇത് ഏതാണ്ട് 100 വർഷങ്ങളുടെ അടുത്ത് നടന്ന ഒരു കാര്യമാണ്. ഇതെപ്പോൾ നടന്നു, എങ്ങനെ നടന്നു എന്നൊന്നും അറിയുന്നവർ എന്നാലും ജീവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതേക്കുറിച്ച് കൂടുതൽ വിവരമുള്ളതും പിന്നെ ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരമൊക്കെയാണ് ഇന്ന് ഈ കളിയാട്ട മഹോത്സവം നടത്താൻ തീരുമാനമായത്. അതായത് ഏതാണ്ട് 14 വർഷങ്ങൾക്ക് മുൻപ് ഈ തറവാടിൻ്റെ, അതായത് കോണത്ത് തറവാട് എന്ന് പറയുന്ന തറവാടിൻ്റെ ഒരു ഇതായിട്ടാണ് ഈ കോളംകുളം തറവാട്, അതായത് കോളംകുളം, നീലീശ്വരം, അവിടുന്ന് കുറേ പേര് കാഞ്ഞങ്ങാട് വന്ന് ഇങ്ങനെയുള്ളതാണ് പണ്ട് ചരിത്രം പറയുന്നത്. അതായത് കുറുമാത്തൂരിൽ നിന്ന്
ഇങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത്. കുറുമാത്തൂരിൽ നിന്ന് ഒരു കൂട്ടർ കോളംകുളം വന്ന് അവിടെ താമസം ഉറപ്പിക്കുകയും അവിടെ ഏതാണ്ട് അന്ന് 90 ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. പിന്നെ അത് അന്യാധീനപ്പെട്ടും വിറ്റിട്ടെല്ലാം ഓരോരോ വഴിക്ക് ഓരോരോ ആൾക്കാർ നീങ്ങി. അപ്പോൾ ബാക്കി ഈ ക്ഷേത്ര അവശിഷ്ടങ്ങളും അതുപോലെ ഒരു 9 സെന്റ് സ്ഥലവും ഒരു തറവാട്ടുകാരും മാത്രമേ അവിടെ താമസം ഉണ്ടായിരുന്നുള്ളൂ. 10-ന് രക്തചാമുണ്ടി, 11-ന് ചുരളത്ത് ഭഗവതി, 12-ന് വിഷ്ണുമൂർത്തി, ഉച്ചയ്ക്ക് 1 മണിക്ക് പടാർകുളങ്ങര ഭഗവതി, വൈകിട്ട് 3-ന് ചങ്ങൻ പൊങ്ങൻ കൂത്ത്, വൈകിട്ട് 6:30-ന് തിടങ്ങലുകൾ, 8:30-ന് പുലിയൂർക്കണ്ണൻ വെള്ളാട്ടം, മോന്തിക്കോലം, 9:30 മുതൽ ചരളത്ത് ഭഗവതി, വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, കുടുമി ചാമുണ്ടി, പടാർകുളങ്ങര ഭഗവതി, വീരന്മാർ എന്നീ തെയ്യങ്ങളുടെ തോറ്റം. രാത്രി 1 മണിക്ക് വീരന്മാർ, 2-ന് പുലിയൂർക്കണ്ണൻ, 11-ന് രാവിലെ 5-ന് പൊട്ടൻ തെയ്യം, 8:30-ന് നരമ്പിൽ ഭഗവതി, 9:30-ന് രക്തചാമുണ്ടി, 10:30-ന് ചരളത്ത് ഭഗവതി, 11:30-ന് വിഷ്ണുമൂർത്തി, ഉച്ചയ്ക്ക് 12:30-ന് അത്യപൂർവമായി കുടുമി ചാമുണ്ടി, 2-ന് പടാർകുളങ്ങര ഭഗവതി തുടങ്ങി വൈവിധ്യമാർന്ന 23ഓളം തെയ്യക്കോലങ്ങൾ വിവിധ ദിവസങ്ങളിൽ അരങ്ങിലെത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ, ജനറൽ കൺവീനർ കെ വിജയകൃഷ്ണൻ നമ്പ്യാർ, കെ സതീശൻ നമ്പ്യാർ, കെ കുഞ്ഞിരാമൻ മാസ്റ്റർ, CV ഭാവനൻ, PN രാജ്മോഹനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിംഗ് ക്രിസ്തുമസ് ന്യൂ ഇയർ സ്നേഹ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. KMA പ്രസിഡന്റ് CK ആസിഫ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് വനിതാ വിംഗിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഒത്തുചേരൽ ക്രിസ്മസ് ന്യൂ ഇയർ സ്നേഹ സൗഹൃദ സംഗമം വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. KMA പ്രസിഡന്റ് CK ആസിഫ് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ആഘോഷമാണ്. ക്രിസ്മസ് അറിയാം, കരുതലിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു പ്രതീകമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതുപോലെ ന്യൂ ഇയർ എന്ന് പറയുന്നത് പുതിയ തുടക്കം. നമുക്കറിയാം, പുതിയ സ്വപ്നങ്ങളും പുതിയ പദ്ധതികളും പുതിയ തുടക്കവുമായിട്ട് നമ്മൾ തുടക്കം കുറിക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. നേരത്തെ ശ്രീമതി പ്രസന്ന പറഞ്ഞതുപോലെ ഒരു വർഷം കടന്നുപോയി, ഇനി ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പുതിയ ചിന്തയുമായി പഴയ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ 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 ചിന്തകളും പുതിയ ആശയങ്ങളുമായി നമ്മുടെ സംഘടന, നമ്മുടെ സമൂഹം, നമ്മുടെ കച്ചവടം, നമ്മുടെ ഇടയിൽ നമ്മുടെ ഏറ്റവും മിംഗ്ലിംഗ് ആകുന്ന സൊസൈറ്റി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പുതിയൊരു ഒരു ചിന്തയോടെ നമ്മൾ തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത്. ഉദ്ഘാടനവും മറ്റ് വിശിഷ്ട വ്യക്തികളും ചേർന്ന കേക്ക് മുറിച്ച് സൗഹൃദ സംഗമത്തിൽ സ്നേഹം പങ്കുവയ്ക്കലും നടന്നു. വനിതാ വിംഗ് പ്രസിഡന്റ് ശോഭന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ രേഖ മോഹൻദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാ യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രഞ്ജിത്ത് കോവലിനെയും ജില്ലാ പഞ്ചഗുസ്തി മത്സരത്തിൽ ചാമ്പ്യൻ പട്ടം നേടിയ വനിതാ വിംഗ് മെമ്പറായ ആര്യകല വിനോദിനെയും ആദരിച്ചു. KMA ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ, ട്രഷറർ ഹാസിഫ് മെട്രോ, വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറുമായ സരിജ ബാബു, വനിതാ വിംഗ് രക്ഷാധികാരി ഷെരീഫ് കമാടം എന്നിവർ സംസാരിച്ചു. വനിതാ വിംഗ് സെക്രട്ടറി പ്രസന്ന ചന്ദ്രൻ സ്വാഗതവും ട്രഷറർ ഷീജ മോഹൻ നന്ദിയും പറഞ്ഞു. മുഴുവൻ മെമ്പർമാരെയും ഉൾപ്പെടുത്തി മധുര വിതരണവും ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കലും മെഗാ നറുക്കെടുപ്പിലൂടെ 2026 വർഷത്തെ വനിതാ നക്ഷത്രത്തെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അച്ചാനൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനപ്രതിനിധികളുടെ സംഗമം ഇട്ടമ്മലിൽ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അച്ചാനൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനപ്രതിനിധികളുടെ സംഗമം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന വികസന വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഏറ്റവും അടുത്താണ് നമ്മുടെ ദേശീയപാത. ആ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ കേരളത്തിലെ വലതുപക്ഷ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉപേക്ഷിച്ചു പോയ ഒരു പ്രവൃത്തിയായിരുന്നു. കാശ് കൊടുക്കാനുള്ള ജനങ്ങളാകെ പ്രക്ഷോഭകാരികളാകും, പ്രശ്നങ്ങളാകും, ഇവിടെ വികസനം തുടരാൻ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു പോയ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. പെട്ടിപ്പൂട്ടി. രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളം ഭരിക്കാനൊരുങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെന്റ് പറഞ്ഞു, നാടിന്റെ വികസനം അനിവാര്യമാണ്.
നമ്മുടെ കൊച്ചു കേരളത്തിന് ഒരു ഒരടി മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം, അല്ലെങ്കിൽ പശ്ചാത്തല മേഖലയിൽ ആവശ്യമായിട്ടുള്ള റോഡുകളും പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമായ വൈദ്യുതിയും ഒന്നുമില്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. ഇടതുപക്ഷത്തിന് മാത്രമേ വർഗീയ ധ്രുവീകരണ ശക്തികളെ എതിർക്കാനും ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. കക്ഷിഭേദമില്ലാതെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിച്ച സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് MLA പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷൻ VV രമേശൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ്, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ തുടങ്ങി പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച് വിജയിച്ച മെമ്പർമാരെ ഷാൾ അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും MLA അനുമോദിച്ചു. ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, M ഹമീദ് ഹാജി, ദിലീപ് മേടയിൽ, PK നിഷാന്ത്, M ഷാജി, കാറ്റാടി കുമാരൻ, ദേവി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശിവജി വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി ദിനേശ് സംഘം രാവണീശ്വരം ബ്രാഞ്ചിലെ തൊഴിലാളി R ശ്യാമളയ്ക്ക് യാത്രയയപ്പ് നൽകി. സംഘം പ്രസിഡന്റ് P കാര്യമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർവീസ് കാലയളവിന് ശേഷം കോട്ടച്ചേരി ദിനേശ് സംഘം രാവണേശ്വരം ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന R ശ്യാമളയ്ക്ക് തൊഴിലാളികളും സഹപ്രവർത്തകരും ചേർന്ന് ഹൃദ്യമായി യാത്രയയപ്പ് നൽകി. സംഘം പ്രസിഡന്റ് P കാര്യമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്ത് ശ്യാമളയ്ക്ക് ഉപഹാരം നൽകി. ഇനിയും കുറേ കാലം നിലനിൽക്കും. ദിനേശ് വീടിൽ നിലനിൽക്കില്ല. ദിനേശ് വീടിൽ നമ്മൾ 95-ന് ശേഷം തൊഴിലാളികളെ പുതുതായിട്ട് എടുത്തിട്ടില്ല. 95-ലാണ് നമ്മൾ അവസാനമായിട്ട് തൊഴിലാളികൾ എടുത്തത്. അങ്ങനെ വരുമ്പോൾ 30 വർഷമായി നമ്മൾ തൊഴിലാളികളെ അവസാനത്തെ തൊഴിലാളി എടുത്തിട്ടില്ല. എന്നിട്ട് അവരെ ഏകദേശം 20 വയസ്സിൽ 22 വയസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 2030-ലാകുമ്പോൾ അവർക്ക് 58 വയസ്സിൽ വയ്ക്കാം. അപ്പോൾ 2030-ഓടെ നമ്മുടെ ദിനേശ് പ്രസ്ഥാനം, ദിനേശ് ബീഡി എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം. A ഉഷ അധ്യക്ഷത വഹിച്ചു. PP തങ്കമണി, P കൃഷ്ണൻ, M ബാലകൃഷ്ണൻ, P കാർത്തിയായനി, കുന്നത്ത് കരുണാകരൻ, A പവിത്രൻ മാസ്റ്റർ, AK ജിതിൻ, P ദാമോദരൻ, AV പവിത്രൻ എന്നിവർ സംസാരിച്ചു. A ലക്ഷ്മി സ്വാഗതവും T ശ്യാമള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് തലപ്പാടിയിൽ KSRTC ബസ്സിന് നേരെ കല്ലെറിഞ്ഞ വയോധികൻ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തു. ഉപ്പള മണ്ണൻകുടി സ്വദേശി ഹമീദ് അലിയാണ് ജീവനൊടുക്കിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുവാൻ ഇനി ദിവസങ്ങൾ മാത്രം. കലോത്സവത്തിന്റെ മുന്നോടിയായി സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് തുടക്കമായി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കനത്ത സുരക്ഷയാണ് ക്ഷേത്ര പരിസരത്ത് ഏർപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി വനിതാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം പൂർത്തിയായി. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് കൊടിയുയർന്നു. ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് TA മഹ്മൂദ് കൽക്കണ്ടി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.